ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഇൻറ്റിമസി തോന്നണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അത് അങ്ങോട്ട് പറയണം. അങ്ങോട്ട് പറയുന്ന സമയത്ത് ഇങ്ങോട്ട് യാതൊരു വിധത്തിലുള്ള റിജക്ഷനും വരാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ, ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വ്യക്തിയെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. കുറച്ച് ഡാർക്ക് സൈക്കോളജിയാണ് പറയുന്നത്. ക്ഷമയോട് കൂടിയിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റുകൾ കിട്ടും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വിജയിക്കും. ഒന്ന്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം. 1 സേഫ്റ്റി, 2 ട്രസ്റ്റ്, 3 ആൻറ്റിസിപ്പേഷൻ. ഇത് 3ഉം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട്. അതുകൂടി പറയുമ്പോഴേ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഫസ്റ്റ് വൺ, സേഫ്റ്റി നമുക്ക് എങ്ങനെയാണ് തോന്നുക? ഒരു പെൺകുട്ടിക്ക് സേഫ്റ്റി ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ജഡ്ജ്മെൻ്റൽ ആവരുത്. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോഴേക്കും അതിനെ പറ്റിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയുക, അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. ജഡ്ജ്മെൻ്റൽ അല്ലാണ്ട് വളരെ കാമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സേഫ്റ്റി തോന്നും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണെന്നുണ്ടെങ്കിൽ, ഭയങ്കര ജാട, ഭയങ്കര അഹങ്കാരം അങ്ങനെയൊന്നും കാണിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഡൗൺ ടു എർത്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു കാമായിട്ടുള്ള ഒരു മനോഭാവമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണുന്നതെങ്കിലും അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലും നിങ്ങളോടൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ നോക്കിയിട്ടാണ് ഈ വ്യക്തിയുടെ കൂടെ സേഫ് ആണോ ഞാൻ എന്നുള്ളത് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നണം സേഫ് ആണ് എന്നുള്ളത്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? 1, ഗ്രൗണ്ടഡ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാമായിരിക്കണം. പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളായിരിക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ജഡ്ജ്മെൻ്റൽ ആവരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ട്രസ്റ്റാണ്. ട്രസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുക? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കുക. നമ്മുടെ വേർഡ്സും ആക്ഷൻസും മാച്ചായിട്ട് വരണം. നമ്മൾ പറയുന്നത് വേറൊന്നും ചെയ്യുന്നത് വേറൊന്നും ആയിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കള്ളം പറയുന്നത് മാക്സിമം ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കുക എന്നല്ല, കള്ളം പറയണ്ട. സത്യസന്ധമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്, പ്രതീക്ഷ. അഥവാ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡേറ്റിങ്ങോ അല്ലെങ്കിൽ പുറത്തു പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈവനിങ് എനിക്കൊന്ന് കാണണം, ഫ്രീ ആവുന്ന സമയം പറ, നമുക്ക് കാണാം എന്നുള്ളത് പറയാം. പക്ഷേ അവിടെ എന്തിനാണ് കാണുന്നത്, ആ ഈവനിങ് കണ്ടതിന് ശേഷം എന്താണ് പരിപാടി, ചായ കുടിക്കാൻ പോവുകയാണോ, കറങ്ങാൻ പോവുകയാണോ, എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ആ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കേണ്ടത് ഫണ്ണായിട്ടും ഹ്യൂമറസ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടൊക്കെ നല്ല രീതിയിൽ കോൺവെർസേഷൻസ് നടത്താൻ കഴിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് കൂടി നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ സേഫ്റ്റി, ട്രസ്റ്റ്, ആൻറ്റിസിപ്പേഷൻ, ഈ 3 കാര്യങ്ങൾ
വന്നു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇൻറ്റിമസി ഫീല് വന്നു തുടങ്ങും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം. ഇനി രണ്ടാമത്തെ സോഫ്റ്റ് വിഡ്രോവൽ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് സൈക്കോളജിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വല്ലാണ്ട് അവരെ പ്രഷർ ചെയ്യാണ്ടിരിക്കുക, ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക, നമ്മളെ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ പ്രഷർ ചെയ്യാണ്ടിരിക്കുക, നമ്മൾ കാമായിട്ടിരിക്കുക. പിന്നെ എപ്പോഴും നമുക്ക് അവരെ വേണം 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 എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവൃത്തിയും അതുപോലെ തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ആ രീതിയിലാവാണ്ടിരിക്കുക. നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇത് അവർക്കൊരിക്കലും കിട്ടരുത്. നമ്മൾ വേണം 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 എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് സെക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ വാക്കുകളിലൂടെയോ ആക്ഷനിലൂടെയൊക്കെ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതിയോ ഇതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാണ്ട് നമ്മൾ കാമായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവിടെ മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് ഹാപ്പൺ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്ലോയിൽ ആ ഒരു ഇൻറ്റിമസി അവിടെ കൃത്യമായിട്ട് വർക്ക് ആവും എന്നുള്ളതാണ്. എപ്പോഴും ഭയങ്കര പേഷ്യൻസ് ഉള്ള അതുപോലെ തന്നെ ഭയങ്കര കാമായിട്ടുള്ള പേഴ്സൺസിനോട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾ അർജൻറ്റ് കാണിക്കാണ്ടിരിക്കുക, പ്രഷർ ചെയ്യാണ്ടിരിക്കുക, ഫോഴ്സ് ചെയ്യാണ്ടിരിക്കുക, ബി കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ഫോഴ്സ് ചെയ്യാണ്, പ്രഷർ ചെയ്യാണ്, അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആ ഒരു ആങ്സൈറ്റി, ആ ഒരു ഭയം കൊണ്ടും ഒക്കെയാണെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ അടുത്തത്, നമ്മളിപ്പോൾ അവരോട് നിനക്കെന്നോട് ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഓപ്പണായിട്ട് ചോദിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും നോ എന്നുള്ള ഒരു ആൻസറാണ് വരാനുള്ള ചാൻസ്. അപ്പം അതിന് പകരം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നീ എൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നീ കംഫർട്ടബിൾ അല്ലേ, ഇങ്ങനെയുള്ള ആ ഒരു ഫീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി നമ്മൾ ഫീലിങ്ങിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളോട് കംഫർട്ടബിൾ ആണോ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആളോ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് യെസ് എന്നുള്ള ആൻസർ തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാതെ നിനക്ക് എന്നോട് താല്പര്യമുണ്ടോ എന്ന് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ നോ എന്നുള്ള ആൻസർ വരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഒഴിവാക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ നമ്മളോടുള്ള ഫീലിങ്സിനെ പറ്റി ചോദിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ. ഇനി അടുത്ത പവർഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് മിറർ ഹെർ ഡിസയർ എന്നുള്ളതാണ്. അഥവാ ആ വ്യക്തി നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ അവളോടും പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ വ്യക്തി ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളും ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുക. ആ വ്യക്തി കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലുക. ആ വ്യക്തി നമ്മളെ ടച്ച് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളും അവരെ ടച്ച് ചെയ്തിട്ട് സംസാരിക്കുക. ആ വ്യക്തി ഷെയ്ക്ക് ഹാൻഡ് തരുന്നുണ്ടെങ്കിൽ നമ്മളും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ആ വ്യക്തി നമ്മളെ ഹഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും ഹഗ് ചെയ്യുക. അങ്ങനെ ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങളോട് പെരുമാറുന്നത്, ഇടപഴകുന്നത്, അതുപോലെ തന്നെ നമ്മൾ മിറർ ചെയ്യുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളും അവരോട് പെരുമാറുക. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്ന സമയത്ത് അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ഇൻറ്റിമസി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ വരാൻ വളരെയധികം ഹെൽപ്ഫുൾ ആകും. സോ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുക. ഇത് കുറച്ച് ഡാർക്ക് സൈക്കോളജിയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസും ഒക്കെ നടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യും, ഗൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക്
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്ത് ഇഷ്യൂ ആണെങ്കിലും, ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നോട് പണ്ടത്തെ പോലെ സ്നേഹം കാണിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആളുകളോടാണ് താല്പര്യം, തേർഡ് പേഴ്സൻ്റെ ഇഷ്യൂ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾ ഇന്ന് ഉണ്ട്. ചില ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോവുക, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ വിളിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് നൽകുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.